പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഒരു സോളിഡിനകത്ത് കാണപ്പെടുന്ന ഡിഫക്റ്റുകളെ കുറിച്ചാണ്. ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻസ്. ഡിഫക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂനതകൾ എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഒരു ഐഡിയൽ ക്രിസ്റ്റൽ എന്ന് നോക്കാം. ക്രിസ്റ്റൽ ഹാവിങ് പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. ആ ക്രിസ്റ്റലിനകത്തുള്ള എല്ലാ പാർട്ടിക്കിൾസും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ ഐഡിയൽ ക്രിസ്റ്റൽ എന്ന് പറയും. ഡിഫക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനി ഡീവിയേഷൻ ഓർ എനി ചേഞ്ച് ഇൻ ദി പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസിൻ്റെ ക്രമീകരണത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ ആ ചേഞ്ചിനെ അല്ലെങ്കിൽ ആ ഡീവിയേഷനെ വിളിക്കുന്ന പേരാണ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. സാധാരണയായി സോളിഡിനകത്ത് കാണപ്പെടുന്ന ഡിഫക്റ്റുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡിഫക്റ്റ് ആർ ടു ടൈപ്സ്. അതിൽ ഫസ്റ്റ് വൺ പോയിൻ്റ് ഡിഫക്റ്റ്. ഡിഫക്റ്റ് അറൗണ്ട് എ പോയിൻ്റ് ഓർ അറൗണ്ട് എ പാർട്ടിക്കിൾ. അഥവാ സോളിഡിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, അതിലേതെങ്കിലും ഒരൊറ്റ പാർട്ടിക്കിളിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ലൈൻ ഡിഫക്റ്റ്. ഡിഫക്റ്റ് ഇൻ ആൻ എൻറ്റയർ ലൈൻ ഓർ റോ. അഥവാ ഒരു പാർട്ടിക്കിൾസ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിര അല്ലെങ്കിൽ ഒരു റോ, അതിൽ മൊത്തം എന്തെങ്കിലും ന്യൂനതകൾ സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വരിയിലുള്ള പാർട്ടിക്കിൾസ് മൊത്തം അവിടുന്ന് മിസ്സാകുന്നു, അല്ലെങ്കിൽ ഒരു വരിയിലുള്ള പാർട്ടിക്കിൾസ് മൊത്തം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു. അപ്പോൾ ഒരു വരിയിൽ മൊത്തത്തിൽ വരുന്ന ഡിഫക്റ്റിനെയാണ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതേസമയം ഒരൊറ്റ പാർട്ടിക്കിൾ അവിടുന്ന് മിസ്സാകുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ അവിടുന്ന് സ്ഥാനം മാറി നിൽക്കുന്നു. അങ്ങനെ ഒരു പോയിന്റിനെ മാത്രം ചുറ്റി വരുന്ന ഡിഫക്റ്റിനെയാണ് പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പോയിൻ്റ് ഡിഫക്റ്റുകളെ കുറിച്ച് മാത്രമാണ്. ആ പോയിൻ്റ് ഡിഫക്റ്റുകൾ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ടൈപ്സ് ഓഫ് പോയിൻ്റ് ഡിഫക്റ്റ്. ആ 3ൻ്റെ പേര് ഞാൻ പറയാം. ഒന്നാമത്തേത് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്, രണ്ടാമത്തേത് നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്, മൂന്നാമത്തേത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇത് 3ഉം അല്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് ആദ്യത്തെ നോക്കാം, സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. ആ ഡിഫക്റ്റിന് വേറെയും പേരുകളുണ്ട്. ഇൻട്രിൻസിക് ഡിഫക്റ്റ് അല്ലെങ്കിൽ തെർമോ ഡൈനാമിക് ഡിഫക്റ്റ്. ആദ്യം എന്താണ് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് എന്നുകൊണ്ട് നമുക്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫക്റ്റ് ദാറ്റ് ഡു നോട്ട് ഡിസ്റ്റർബ് ദ സ്റ്റോക്കിയോമെട്രി ഓർ റേഷ്യോ ഓഫ് ദി ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോക്കിയോമെട്രിയെ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിലുള്ള ഡിഫക്റ്റുകളെയാണ് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റൽ Na+ഉം Cl- ആണ്. നമുക്കറിയാം അതിൻ്റെ ഫോർമുല ഒരു Na+ഉം ഒരു Cl- ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോക്കിയോമെട്രി എന്ന് പറയുന്നത് 1:1 റേഷ്യോ. അപ്പോൾ ഇവിടെ സ്റ്റോക്കിയോമെട്രി അല്ലെങ്കിൽ റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ അനുപാതത്തെ ഒരു നിലക്കും ബാധിക്കാതെ വരുന്ന ഡിഫക്റ്റുകളാണ് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അഥവാ ആ ക്രിസ്റ്റലിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ റേഷ്യോയെ ബാധിക്കും. അപ്പോൾ ആ ഡിഫക്റ്റ് വരുന്നതോടുകൂടി റേഷ്യോക്ക് മാറ്റം വരും. അതാണ് നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് അതിലുണ്ടായിരിക്കും, പക്ഷെ ഒരിക്കലും അതെന്ത് ചെയ്യുന്നില്ല, അതിലെ പാർട്ടിക്കിൾസിൻ്റെ ആ പാർട്ടിക്കിൾസ് നമുക്കറിയാം ആറ്റം ആകാം, അയോൺ ആകാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആകാം. അതിൻ്റെ റേഷ്യോ ഒരു നിലക്കും ബാധിക്കാത്ത വിധത്തിലുള്ള ഡിഫക്റ്റുകളാണ് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. ഇറ്റ് ഈസ് 2 ടൈപ്സ്. അതും 2 വിധത്തിലുണ്ട്. ഇൻ നോൺ അയോണിക് സോളിഡ്സ് stoichiometric defects are known as vacancy defect and interstitial defect. നമുക്കറിയാം സോളിഡ് എന്ന് പറയുമ്പോൾ അയോണിക് സോളിഡ് ഉണ്ട്, നോൺ അയോണിക് സോളിഡ് ഉണ്ട്. അതിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പല ടൈപ്പ് സോളിഡും അല്ലെങ്കിൽ ക്രിസ്റ്റലും ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്.
നമ്മൾ ഡിഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അയോണിക് സോളിഡുകളിൽ കാണപ്പെടുന്ന ഡിഫക്റ്റുകളെ കുറിച്ച് മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മാത്രം നോൺ അയോണിക് സോളിഡിലുള്ള ഡിഫക്റ്റുകളെയും ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അഥവാ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റുകൾ ഞാൻ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്. നോൺ അയോണിക് സോളിഡുകളിൽ കാണപ്പെടുന്ന സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റുകളെ വിളിക്കുന്ന പേരാണ് വാക്കൻസി ഡിഫക്റ്റ് ആൻഡ് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. അപ്പോൾ അയോണിക് സോളിഡുകളിലും ഇതേ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് കാണുന്നുണ്ട്, പക്ഷെ അവിടെ അവർക്ക് വിളിക്കുന്ന പേര് വേറെയാണ് എന്ന് മാത്രം. അപ്പോൾ എന്താണ് വാക്കൻസി ഡിഫക്റ്റ് എന്നുകൊണ്ട് നമുക്ക് വാക്കൻസി എന്ന വാക്കിനർത്ഥം ഒഴിവ് എന്നാണ്. സം ഓഫ് ദി പാർട്ടിക്കിൾസ് ആർ മിസ്സിങ്, അഥവാ ക്രിസ്റ്റലിനകത്തുള്ള ചില പാർട്ടിക്കിൾ എന്താവുന്നു, മിസ്സാവും. സോ ദർ ലാറ്റിസൈറ്റ്സ് ആർ വാക്കൻറ്റ്. അവിടെ ലാറ്റിസൈറ്റുകൾ എന്താവും, വാക്കൻ്റ് ആവും. അപ്പോൾ ഈ പിക്ചർ കാണും, ഇവിടെ ഈ സ്ഫിയർ ഇതെല്ലാം പാർട്ടിക്കിൾസ് ആണ്, പക്ഷേ ഇവിടെ ഒരു വാക്കൻസി കാണാം, ഇവിടെ ഒരു വാക്കൻസി കാണാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരൊറ്റ ലൈനിൽ മൊത്തത്തിലില്ല, ഈ ലൈനിൽ ഒരു പാർട്ടിക്കിൾ മാത്രം, അതുപോലെ ഈ ലൈനിൽ ഒരു പാർട്ടിക്കിൾ മാത്രം. അതുകൊണ്ട് അതിൻ്റെ പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾസ് മിസ്സായി വാക്കൻസി അറൈസ് ചെയ്യുന്നു, അതുകൊണ്ട് അതിനെന്ത് വിളിക്കുന്നു, വാക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഡിഫക്റ്റ് ഒരു ക്രിസ്റ്റലിൽ വന്നാൽ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ദിസ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ്. ആ ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി കുറയും അല്ലേ. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയാണ്. ഇവിടെ മാസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ മൊത്തത്തിലുള്ള പാർട്ടിക്കിൾസിൻ്റെ മാസാണ്. അപ്പോൾ ഈ മാസ് ഇവിടെ 2 പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ മിസ്സായാലും മതി, അല്ലെങ്കിൽ ഒന്നിലധികം പാർട്ടിക്കിൾ മിസ്സായാലും മാസ് എന്ത് ചെയ്യും, കുറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെൻസിറ്റി കുറയും. ദിസ് ഡിഫക്റ്റ് ക്യാൻ ബി ഫോംഡ് വെൻ സബ്സ്റ്റൻസ് ഈസ് ഹീറ്റഡ്. സാധാരണഗതിയിൽ ഇത്തരം വാക്കൻസി ഡിഫക്റ്റുകൾ നോൺ അയോണിക് ആയ സോളിഡുകളിൽ വാക്കൻസി ഡിഫക്റ്റ് കാണപ്പെടുന്നത് ആ സോളിഡുകളെ ചൂടാക്കുമ്പോഴാണ്. അതുപോലെ രണ്ടാമത്തെ ടൈപ്പാണ് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. എന്താണ്? സം ഓഫ് ദി പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്. അഥവാ നമുക്കറിയാം, പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരുപാട് എംപ്റ്റി സ്പേസ് ഉണ്ടാവും. ആ എംപ്റ്റി സ്പേസിനെ നമ്മൾ വിളിച്ച പേരാണ് വോയിഡ് അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ നിങ്ങൾക്ക് കാണണം, ഒരു ലൈൻ, ഓരോ ലൈന് കാണാം, പക്ഷേ ആ ലൈനിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു പാർട്ടിക്കിൾ. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് അറേഞ്ച്മെൻ്റ് അല്ല. അവിടെ പാർട്ടിക്കിൾസ് വരാൻ പാടില്ല, പക്ഷേ ഇതൊരു ഡിഫക്റ്റാണ്. പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് കൂടി ഒക്കുപ്പൈ ചെയ്യുന്നു. അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമായ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിലാണ് അവ വന്നത്. അങ്ങനെ ഉണ്ടായ ഡിഫക്റ്റ് ആയതുകൊണ്ട് അതിനെന്ത് വിളിക്കുന്നു? ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ ആ ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കും? ദിസ് ഡിഫക്റ്റ് ഇൻക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ്. നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റാണ്. ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് വരുമ്പോൾ ഇവിടെ നോക്കൂ, പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഇവിടെ കൂടുന്നുണ്ട്. അല്ല, ശരിക്കും പാർട്ടിക്കിൾസ് ഇവിടെ വരാൻ പാടില്ല. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, സ്വാഭാവികമായിട്ടും അവിടെ മാസ് കൂടും. പക്ഷേ വോള്യത്തിന് വ്യത്യാസം ഉണ്ടാവും. വോള്യം എപ്പോഴും സെയിം ആണ്, വോള്യത്തിന് മാറ്റമൊന്നുമില്ല, പക്ഷേ മാസ് കൂടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മാസ് ബൈ വോള്യം ഡെൻസിറ്റി കൂടും. In ionic solids, stoichiometric defects are known as Schottky defect and Frenkel defect. അപ്പോൾ ഞാൻ പറഞ്ഞു, അയോണിക് സോളിഡുകളിൽ സ്റ്റോക്കിയോമെട്രി കാണുന്നുണ്ട്, സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് കാണുന്നുണ്ട്. പക്ഷേ അവിടെ അതിന് പറയുന്ന പേര് വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾ വിളിക്കുന്നതിൻ്റെ പേരെന്താണ്? ഷോട്ട്കി ഡിഫക്റ്റ് ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. അപ്പോൾ എന്താണ് ഷോട്ട്കി ഡിഫക്റ്റ്, ഫ്രെങ്കൽ ഡിഫക്റ്റ് തമ്മിലുള്ള ഡിഫറൻസുകൾ ചോദിക്കാറുണ്ട്. അതൊരു ടേബിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷോട്ട്കി ഡിഫക്റ്റ് ഉണ്ടാകുന്നത് നോക്കൂ, ഇറ്റ് ഈസ് ഫോംഡ് ബൈ മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റിയോൺസ് ആൻഡ് ആനയോൺസ്. ഒരു ക്രിസ്റ്റലിനകത്ത് നിന്ന്, കാരണം അയോണിക്കാണ്, അയോണിക് എന്ന് പറയുമ്പോൾ അവിടെ നിന്നുണ്ടാവും കാറ്റോൺ ഉണ്ടാവും, ആനയോൺ ഉണ്ടാവും. കാറ്റയോണും ആനയോണും മിസ്സാകുക എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെടുക. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈക്വൽ ആയിരിക്കണം. ഒരു കാറ്റയോൺ പോയാൽ ഒരു ആനയോണും ഉറപ്പായിട്ടും അവിടുന്ന് മിസ്സാവും. 2 കാറ്റയോൺ പോയാൽ 2 ആനയോണും മിസ്സാവും. അപ്പം മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ അങ്ങനെ ഉണ്ടാകുകയാണ് ഡിഫക്റ്റിനെയാണ് ഷോട്ട്കി ഡിഫക്റ്റ്. ഇവിടെ നോക്കൂ, ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഫ്രെങ്കൽ ഡിഫക്റ്റിന് വേറൊരു പേര് കൂടിയുണ്ട്, ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. ഫോംഡ് ബൈ ഷിഫ്റ്റിംഗ് ഓഫ് അയോൺസ് ഫ്രം ലാറ്റിസ് സൈറ്റ് ടു ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഇവിടെ അയോണുകൾ
എന്ത് ചെയ്യുന്നില്ല, മിസ് ചെയ്യുന്നില്ല, പകരം ഷിഫ്റ്റ് ചെയ്യുന്നു. ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, സ്ഥലം മാറി നിൽക്കുക. എങ്ങോട്ടാണ് മാറി നിൽക്കുക? സാധാരണഗതിയിൽ എവിടെയായിരിക്കും സ്ഥലം ഒഴിവുണ്ടാകുക? ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റാണ് ഒഴിഞ്ഞു കിടക്കുന്നത്, അങ്ങോട്ട് മാറി നിൽക്കും. അപ്പോൾ അയോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നു ഫ്രം ലാറ്റിസ് സൈറ്റ് ടു ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്. സാധാരണഗതിയിൽ ഇങ്ങനെ അയോണുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ് കാറ്റയോൺ ഉണ്ട്, ആനയോൺ ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഏത് അയോണാണ് മാറി നിൽക്കുക? കാറ്റയോണുകളാണ് ഇങ്ങനെ സ്ഥാനം മാറി നിൽക്കുക. എന്തായാലും കാരണം പൊതുവെ കാറ്റയോണിൻ്റെ സൈസ് ആയിരിക്കും കുറവ്, ആനയോണിൻ്റെ സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ സൈസ് കുറവുള്ളതിനാണ് ഈ ഒഴിഞ്ഞിടക്കുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് മാറി നിൽക്കാനുള്ള, ഒരു ഗ്യാപ്പിലേക്ക് മാറി നിൽക്കാനുള്ള കഴിയും. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് മനസ്സിലായല്ലോ. രണ്ടാമത്തെ ഡിഫറൻസ് നോക്കൂ. ഷോർട്ട് കീ ഡിഫക്റ്റ് മൂലം ആ ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി ചേഞ്ചസ് ദ ഡെൻസിറ്റി ഓഫ് ദി ക്രിസ്റ്റൽ, അല്ലേ? ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റിക്ക് മാറ്റം ഉണ്ടാവും, ഡെൻസിറ്റി കുറയാണ് ചെയ്യുക. എന്തുകൊണ്ട്? ഇവിടെ കാറ്റയോണും ആനയോണും മിസ്സിംഗ് ആണ്, അപ്പോൾ മാസ് കുറയും. ഇവിടെ ഡസ് നോട്ട് ചേഞ്ച് ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റൽ, ഡെൻസിറ്റിക്ക് ഒരു മാറ്റവും. കാരണം ഇവിടെ പുതുതായിട്ട് അയോൺസ് വരുന്നില്ല, അയോൺസ് നഷ്ടപ്പെടുന്നുമില്ല. ഉള്ള അയോണുകൾ സ്ഥലം മാറി ലാറ്റിസൈറ്റിലേക്ക് ലാറ്റിസൈറ്റിൽ നിന്ന് ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മാറി നിൽക്കുന്നു. ഇനി ഷോർട്ട് കീ ഡിഫക്റ്റുകൾ ഫൗണ്ട് ഇൻ ക്രിസ്റ്റൽസ് ഹാവിങ് സിമിലർ സൈസ് ഫോർ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. കാറ്റയോൺസിനും ആനയോൺസിനും ആൾമോസ്റ്റ് ഒരേ വലുപ്പമുള്ള ക്രിസ്റ്റലുകളിലാണ് ഷോർട്ട് കീ ഡിഫക്റ്റുകൾ കാണപ്പെടുന്നത്. ഫൗണ്ട് ഇൻ ക്രിസ്റ്റൽസ് ഹാവിങ് ലാർജ് ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺസ്. ആനയോൺസിൻ്റെയും കാറ്റയോൺസിൻ്റെയും സൈസിൽ വലിയ വ്യത്യാസം ഉള്ള ക്രിസ്റ്റലുകളുണ്ട്. അത്തരം ക്രിസ്റ്റലുകളിലാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ ഒന്ന് ചെറുതുമായിരിക്കും ഒന്ന് വലുതുമായിരിക്കും. സാധാരണഗതിയിൽ അവിടെ ചെറുതാരായിരിക്കും? കാറ്റയോൺ ആയിരിക്കും. ആ കാറ്റയോൺ എന്ത് ചെയ്യുന്നു? ഒരല്പം മാറി ഇൻഡസ്ട്രിയൽ സൈറ്റിലേക്ക് മാറി നിൽക്കും. ഇനി ഇതിന് എക്സാമ്പിൾസ് ആണ് ചോദിക്കാറുണ്ട്. ഷോർട്ട് കീ ഡിഫക്റ്റ് NaCl, സോഡിയം ക്ലോറൈഡ്, പൊട്ടാഷ്യം ക്ലോറൈഡ്, സീസിയം ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്. അതുപോലെ ഇവിടെ സിങ്ക് സൾഫൈഡ്, സിൽവർ ക്ലോറൈഡ്, സിൽവർ അയോഡൈഡ്, സിൽവർ ബ്രോമൈഡ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, സിൽവർ ബ്രോമൈഡ് എന്ന് പറയുന്ന അയോണിക് കോമ്പൗണ്ട് ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കുന്നുണ്ട്, ഫ്രങ്കൽ ഡിഫക്റ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ഡിഫക്റ്റും ഒരുപോലെ കാണിക്കുന്ന ഒരു സോളിഡ് എക്സാമ്പിൾ ചോദിച്ചാൽ സിൽവർ ബ്രോമൈഡ് പറയാം. ഷോർട്ട് കീ ഡിഫക്റ്റ് മാത്രം കാണിക്കുന്നതാണ് NaCl, KCl, സീസിയം ക്ലോറൈഡ്. അതുപോലെ ഫ്രങ്കൽ ഡിഫക്റ്റ് സിങ്ക് സൾഫൈഡ്, സിൽവർ ക്ലോറൈഡ്, സിൽവർ അയോഡൈഡ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ചോദിക്കാറുണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. ഈ ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും മനസ്സിലാകാൻ വേണ്ടി ഒരു പിക്ചർ, ചിലപ്പോഴൊക്കെ പിക്ചറൊക്കെ വരയ്ക്കാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഇവിടെ കണ്ടോ, ഒരു പോസിറ്റീവ് ഇവിടെ മിസ്സിങ് ആണ്. പിന്നെ അവിടെ ആ ലൈനിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു നെഗറ്റീവ് മിസ്സിങ്. അപ്പോൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ വീണ്ടും ഇവിടെ ഒരു നെഗറ്റീവ് ഇവിടെ മിസ്സിങ് ആണ്, അതിന് തുല്യമായിട്ട് ഒരു പോസിറ്റീവ് ഇവിടെ മിസ്സിങ് ആണ്. അപ്പോൾ അങ്ങനെ മിസ് ചെയ്യപ്പെടുന്നു. അതേസമയം ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, ഒരു പോസിറ്റീവ്. ഈ പോസിറ്റീവ് ഇവിടെ മിസ്സിങ് ആണ്. പക്ഷേ ആ മിസ്സിങ് അല്ലാതെ എന്ത് ചെയ്തിരിക്കുകയാണ്? അത് പതിയെ ഇങ്ങോട്ട് മാറി നിന്നിരിക്കുക. അപ്പോൾ വരക്കാൻ പറഞ്ഞാൽ ഇതുപോലെ പിക്ചർ വരക്കണം. അപ്പോൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഒരു പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണുമ്പോൾ ഒരു പോസിറ്റീവുള്ള സ്ഥലം ഒഴിച്ചിടുക, തൊട്ടപ്പുറത്ത് അടുത്ത ലൈനിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ലൈനിലോ ഒരു നെഗറ്റീവ് ലൈൻ ഒഴിച്ചിടുക. അപ്പോൾ എത്ര പോസിറ്റീവ് മിസ്സിംഗ് ആണോ അത്രയും നെഗറ്റീവ് മിസ്സിംഗ് ആണോ. ഇവിടെ ഷോർട്ട് കീ ഡിഫക്റ്റ് ഫ്രങ്കൽ ഡിഫക്റ്റ് വരക്കുമ്പോൾ ഒരു പോസിറ്റീവിൻ്റെ സ്ഥാനം ഒഴിച്ചിടുക, എന്നിട്ട് ആ പോസിറ്റീവിനെ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മാറ്റി വരയ്ക്കുക.